മറ്റു വാർത്തകളിലേക്ക്. സ്കൂളിൽ നിന്ന് മാധ്യമങ്ങളെ ഇറക്കിവിടുന്ന രീതി ശരിയല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പ്രശ്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നത് മാധ്യമങ്ങളാണ്. പഞ്ചായത്തിനോട് വിശദീകരണം ചോദിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അങ്ങനെയൊന്നും പിന്നെ മാധ്യമങ്ങളിൽ ഇറക്കി വിടേണ്ട കാര്യമൊന്നുമില്ല. മാധ്യമങ്ങളൊക്കെയാണല്ലോ ഈ വിഷയങ്ങളെല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇപ്പം മന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ 14,000-ഓളം വരുന്ന സ്കൂളുകളുടെ കാര്യം ഉദ്യോഗസ്ഥന്മാർ തരുന്ന റിപ്പോർട്ട് മാത്രം വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. 14,000 സ്കൂളിൽ മന്ത്രിക്ക് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ മാധ്യമങ്ങളാണ് ജനാധിപത്യ പ്രക്രിയയിൽ അവർ ഈ കാര്യങ്ങളിൽ പുറത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഞാനത് അന്വേഷിക്കുന്നുണ്ട്. കാർത്തികപ്പള്ളിയിൽ എന്താ ഉണ്ടായിട്ടുള്ളതെന്ന് സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് മാധ്യമങ്ങളെ അത് കയറ്റിയില്ലെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. അവിടുത്തെ പഞ്ചായത്തിനോട് വിശദീകരണം ചോദിക്കുന്നുണ്ട്. അവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണം നടത്തി കൊല്ലത്തെടുത്ത പോലെ തന്നെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലയിലുള്ള നടപടികൾ സ്വീകരിക്കും. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും. സാജിദ്, ഈ രീതി ശരിയല്ല, അന്വേഷണം നടത്തും, പരിശോധന നടത്തും എന്നൊക്കെ മന്ത്രി പറയുമ്പോഴും ഈ പറഞ്ഞ വിലക്ക് അതേപടി അവിടെ തുടരുകയാണ്. മന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു? സൈഫുദ്ദീൻ, തീർച്ചയായും ഈ വാർത്താ സമ്മേളനം നടക്കുന്നതിനിടെ നമ്മൾ മന്ത്രിയോട് ഈ കാര്യം പറഞ്ഞിരുന്നു. അപ്പോഴുള്ള മന്ത്രിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. മാധ്യമങ്ങളെ തടയുന്ന രീതി ശരിയല്ല. ഈ 14,000-ലധികം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ എല്ലായിടത്തും മന്ത്രിക്ക് പോകാൻ കഴിയില്ല. മാധ്യമങ്ങളിലൂടെയാണ് പല കാര്യങ്ങളും അറിയുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ ഈ കയറ്റി വിടാത്ത നടപടി പരിശോധിക്കുമെന്നും അത് പഞ്ചായത്തിനോട് ഇത് സംബന്ധിച്ച വിശദീകരണം ചോദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതിനുശേഷമാണ് നമ്മുടെ റിപ്പോർട്ടർ യു ഷൈജുവിനെ വീണ്ടും തടഞ്ഞു വെച്ചത്. ഈ വിവരം നമ്മൾ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം മന്ത്രി അറിയിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ആലപ്പുഴ DDയെ ഫോണിൽ വിളിച്ച് മാധ്യമങ്ങളെ അവിടെ കയറ്റിവിടുന്നില്ല, ഉടൻ തന്നെ അതിന് നടപടി സ്വീകരിക്കണം, മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കണം, അതിന് ഇടപെടണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് വളരെ കുറഞ്ഞ സമയത്തിന് മുൻപാണ് നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു നടപടി എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആലപ്പുഴ ജില്ലയിലെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് നേരിട്ടാണ് മന്ത്രി ഫോണിൽ ഈ വിഷയം ധരിപ്പിച്ചിട്ടുള്ളത്. അതിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇനി എന്ത് നടപടി എടുക്കും, അതോ വിദ്യാഭ്യാസ വകുപ്പും ഈ ഗുണ്ടായിസത്തിന് മുൻപിൽ മുട്ടുമടക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ശരി സാജിദ്.